നമ്മുടെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ശക്തമായിട്ടുള്ള കാറ്റാണ് കേട്ടോ. അതിന്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പൊ നമ്മുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുറെ കാലമായിട്ട് ഇവിടെ ആൾതാമസം ഇല്ലാതെ വീട് പൂട്ടിയിട്ട് പോയ അവസ്ഥയാണ്. ചുറ്റും നിറച്ച് മരങ്ങളായതുകൊണ്ട് കരിയിലയ്ക്ക് വലിയ ക്ഷാമമൊന്നുമില്ല കേട്ടോ നമുക്ക്. ഇതുപോലെ വീടിന്റെ 4 ഭാഗത്തും ഉണ്ട് കേട്ടോ. ഉമ്മറവശത്ത് കാണുന്ന കാഴ്ചയാണ് ഇത്. കാറ്റിന്റെ വരവും പോക്കും അനുസരിച്ച് തൂത്തുവരിയില്ലെങ്കിലേ കരിയിലയൊക്കെ പിന്നെ വീണ്ടും യഥാസ്ഥാനത്ത് തന്നെ കാണും കേട്ടോ. പിന്നെ തണൽ ആവശ്യമായിട്ടുള്ള ചെടികളെല്ലാം ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചേ. കുറച്ച് ദിവസമായിട്ട് ഇതിനൊന്നും ഒരു പ്രോപ്പർ കെയർ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ആന്തൂറിയത്തിന്റെ ചോട്ടിലാകുമ്പോൾ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കൂട്ടോ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട്. തണൽ ആവശ്യമായിട്ടുള്ള കുറേ ചെടികളുണ്ട് കേട്ടോ നമുക്കിവിടെ. അതിൽ പ്രധാനമാണ് ഈ സർപ്പപ്പോള. കുറച്ച് ദിവസമായിട്ട് വെയിലത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ചെടികളെല്ലാം ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന ചെടികളുടെ ചോടെല്ലാം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കൊടുത്തേ. ഈ കാണുന്ന ചെടികൾക്കൊന്നും അധികം വെയിൽ കൊള്ളാൻ പാടില്ല കേട്ടോ. എന്നാൽ ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുകയും വേണം. ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരാൾ ഇരിപ്പുണ്ടായിരുന്നേ. പിന്നെ അറേഞ്ച് വെച്ച എല്ലാ ചെടികൾക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. 1-2 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ചെടികൾക്കൊക്കെ വെള്ളം.